ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 78-ാമത്തെ സന്ദേശം. ഭയാനകമായ പീഡകളാൽ ഞെരുങ്ങിയപ്പോൾ ഞാൻ ഹൃദയം ഉരുകി പ്രാർത്ഥിച്ചു. ഓ എൻ്റെ ഈശോയെ, അങ്ങേക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചെയ്തു കൊള്ളുക. എല്ലാറ്റിനും ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ തിരുമനസ് എന്നിൽ നിറവേറട്ടെ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയെ ഞാൻ പുകഴ്ത്തും. ഈ സമർപ്പണം മൂലം ഭയങ്കരമായ പീഡകൾ എന്നെ വിട്ടുപോയി. പെട്ടെന്ന് ഞാൻ ഈശോയെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, ഞാൻ എപ്പോഴും നിൻ്റെ ഹൃദയത്തിലുണ്ട്. നമ്മുടെ ശക്തിക്ക് അതീതമായി ദൈവം ഒരിക്കലും നമ്മെ പരീക്ഷിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 78-ാമത്തെ സന്ദേശം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ എല്ലാ പീഡകളും, ഫൗസ്റ്റീനെ വിട്ടുപോയ ഭയങ്കരമായ പ്രലോഭനങ്ങളുടെയും പീഡനങ്ങളുടെയും സാഹചര്യങ്ങൾ വിട്ടുപോയ ഒരു നിലപാടിനെക്കുറിച്ചും അനുഭവത്തെക്കുറിച്ചും വിശുദ്ധ ഫൗസ്റ്റീന ഓർമ്മപ്പെടുത്തുക. പലപ്പോഴും ദൈവഹിതപ്രകാരം നമ്മൾ വലിയ സഹനത്തിലൂടെ, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിലൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സഹനത്തിൻ്റെ ഏറ്റെടുക്കലിലൂടെ കടന്നു പോകുമ്പോൾ വിപരീത ചിന്തകൾ കൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കുകയും ആ ദൈവിക പദ്ധതിക്ക് തടസ്സമിടുകയും ചെയ്യുവാൻ പിശാച് പരിശ്രമിക്കും. ഈശോ കുരിശിലെ ബലിയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ പത്രോസിലൂടെ പോലും ഈശോ പിന്തിരിയാനായിട്ട് പിശാച് ഇടപെട്ടു. നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ഈശോ പറഞ്ഞു, സാധാരണ നീ പുറകിലേക്ക് പോവുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സഹനങ്ങളിലും ദൈവഹിതപ്രകാരമുള്ള ഒരു സഹനമാണെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നാശത്തിനല്ല, ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതിനെ തകർക്കുവാൻ പിശാച് പലപ്പോഴും നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ പ്രലോഭനത്തിലൂടെ ആയിരിക്കാം, തെറ്റായ ബോധ്യങ്ങളുടെ ഉപദേശങ്ങളിലൂടെ ഒക്കെ ആവാം. എന്നാൽ വിശുദ്ധ ഫൗസ്റ്റീന ഇവിടെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, നിനക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചെയ്തു കൊള്ളുക. എല്ലാറ്റിനും ഞാൻ അങ്ങേ പുകഴ്ത്തും. അവിടുത്തെ തിരുമനസ്സിനിൽ നിറവേറട്ടെ. എൻ്റെ കർത്താവെ, എല്ലാറ്റിനും ഞാൻ ആമേൻ പറയുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീന പറയുക. ഓ എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയെ ഞാൻ പുകഴ്ത്തും എന്ന് വിശുദ്ധ ഫൗസ്റ്റീന പറയുമ്പോൾ ആ നിമിഷം തന്നെ അവളെ പീഡിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ മാറ്റപ്പെടുകയാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് നിൽക്കാൻ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ദൈവഹിതത്തിന് ആമേൻ പറയുവാനും ദൈവിക ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനും ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നമ്മൾ ഒരു നിലപാടെടുത്താൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ശക്തിക്ക് അതീതമായിട്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മളെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകുകയും ചെയ്യും. കാരണം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് ഒരിക്കലും മറ്റൊന്നിനും അടിമയാവുകയില്ല. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.